ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു റിഷുറേനി ആൻഡ് അസീറ്റാസ് വ്ലോഗ്. ഈ ഒരു വീഡിയോ ഞാൻ സ്പെഷ്യലായിട്ട് ചെടികളും പൂക്കളും ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആരാണല്ലേ ഈ ചെടികളും പൂക്കളും ഇഷ്ടപ്പെടാത്തത്? ഏതൊരു ഏജിലും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഗാർഡനിങ് എന്ന് പറയുന്നത്. നമ്മളിനി എത്ര ചെടികൾ വളർത്താത്ത ആളുകളാണെങ്കിൽ പോലും കുറച്ച് പൂക്കൾ വിരിഞ്ഞിരിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല തണലിലൊരു മരം കാണുമ്പോൾ നമുക്ക് അവിടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. അങ്ങനെ ഒരുപാട് പോസിറ്റീവ് എനർജി നിറഞ്ഞിരിക്കുന്ന ജിദ്ദയിലെ ഒരു സ്ഥലത്തിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ പോണത്. സോ ഇത് നമ്മളുള്ളത് ജിദ്ദയിലെ സുൽത്താൻ ഗാർഡൻ സെൻറ്ററിലാണ്. ഇവിടെ ഒരുപാട് റിയൽ ആൻഡ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സുകളുടെ കളക്ഷൻസ് ഉണ്ട്. അത് ഞാൻ ഫുൾ റിയൽ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കാണിക്കാം. പിന്നെ അതുകൂടാതെ ഇവിടെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്, അതും കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ കാണുന്നത് ഒലീവിൻ്റെ ട്രീ ആണ്. ആസ് യു ക്യാൻ സീ റേറ്റ് അവിടെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഇവിടെ ചില സമയത്ത് 50% ഒക്കെ ഓഫറൊക്കെ വരാറുണ്ട്. ആ ടൈമിലൊക്കെ നോക്കിയിട്ട് വരികയാണെങ്കിൽ കുറച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്യാനുണ്ടെങ്കിൽ അതൊന്നും കൂടി ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഇവിടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമല്ല, എല്ലാ റേഞ്ചിലുള്ളതും ഉണ്ട്. 3 റിയാൽ, 4 റിയാൽ, 10 റിയാൽ അങ്ങനെ എല്ലാം വരുന്നുണ്ട്. ഓഫറുള്ള ടൈമിൽ വരികയാണെങ്കിൽ അതെല്ലാം നമുക്ക് 50% ഓഫർ വെച്ചിട്ടും കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ചെടികളൊക്കെ ഇഷ്ടമാണെങ്കിലും എനിക്ക് അതിനെക്കുറിച്ച് ഒട്ടും നോളജ് ഇല്ല. അപ്പോൾ ഞാൻ ഓരോ പ്ലാന്റ്സിനെ കുറിച്ചും സെപ്പറേറ്റ് പറയുന്നില്ല. അപ്പോൾ ഈ പ്ലാന്റ്സിനെ കുറിച്ച് ഇത്ര നോളജ് ഇല്ലാത്ത ആളാണെങ്കിൽ പോലും എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പ്ലാന്റ്സൊക്കെ ക്രേസായിട്ട് അത് പാഷനായി കൊണ്ട് നടക്കുന്ന ആളുകൾക്കൊക്കെ ജിദ്ദയിലുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യണം. നമുക്കിത് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഈ ഒരു സ്ഥലത്തിൽ. അതേപോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്
ഈ കാണുന്ന സെക്ഷൻ. ഇത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് വെൽക്കം ഹോം എന്നുള്ള ഒരു തീമിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സെൻറ്റഡ് ആയിട്ടുള്ള ക്യാൻഡിൽസ്. അപ്പോൾ നമുക്ക് ചെടികൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ടൂൾസും ഇവിടെ കിട്ടും. അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോട്ടുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇൻഡോർ ഒരു ഷോപ്പ് പീസ് പോലെ വയ്ക്കാൻ പറ്റുന്ന പീസുകളാണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ പുറത്ത് റിയൽ പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ളത് പുറത്ത് സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് റൂമും നമ്മുടെ സറൗണ്ടിങ്സൊക്കെ നല്ലൊരു ഫ്രാഗ്രൻസ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ സെൻറ്റഡ് ക്യാൻഡിൽ നല്ലൊരു ഓപ്ഷനാണ്. ഇവിടുത്തെ എല്ലാ ക്യാൻഡിൽ പീസും ഒന്നിനൊന്ന് മെച്ചം ഉള്ളതായിരുന്നു. എല്ലാം തന്നെ നല്ല ലൈറ്റായിട്ടുള്ള ഒരു ഫ്ലോറൽ സ്മെല്ലെന്നൊക്കെ പറയാൻ പറ്റും. അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനത്തെ ഒരു സ്മെല്ലുള്ള ഐറ്റം ആണ് എല്ലാ പീസുകളും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഓൾറെഡി ഞാൻ ഒരുപാട് ക്യാൻഡിൽസ് ഇപ്പോൾ തന്നെ മേടിച്ച് വെച്ച കാരണം ഞാൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഈ പ്ലാന്റ്സിൻ്റെ കൂടെ തന്നെ വളരെ കുറച്ച് മാത്രം ഫർണിച്ചേഴ്സും കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഹോം ഡെക്കോറും ഫർണിച്ചർ അറേഞ്ച്മെൻറ്റ്സൊക്കെ ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു IKEA വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം. ഞാനിവിടെ ഐക്കാർഡിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആ വീഡിയോയിൽ നമുക്ക് ഇതുപോലെ റൂമൊക്കെ അറേഞ്ച് ചെയ്യണം, ഒരു മേക്ക് ഓവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഒരുപാട് ഐഡിയാസ് കിട്ടും ആ ഒരു വീഡിയോ കാണുമ്പോൾ. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി കാണാം. ഇവിടുത്തെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സൊക്കെ റിയൽ പ്ലാന്റ്സിനെ ചലഞ്ച് ചെയ്യണ പോലത്തെ ഐറ്റംസാണ്. കണ്ടാൽ നമുക്കത് റിയൽ ആണെന്ന് തന്നെ തോന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷൻ നോക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ അധികം ഈ ഫ്ലാറ്റ് ലൈഫ് ഉള്ള ആളുകൾക്ക് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇൻഡോർ പ്ലാന്റ് നല്ല ഒരു ബ്ലെസ്സിങ് ആയിരിക്കും. ഇൻഡോർ പ്ലാന്റ്സൊക്കെ മോസ്റ്റ് ഓഫ് ദം കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 7 റിയാൽ, 10 റിയാൽ, 20 റിയാൽ, 25 റിയാൽ ആ ഒരു റേഞ്ചിലൊക്കെയാണ് റേറ്റ് വരുന്നത്. പത്ത് മിനിറ്റ് കുറയാതെ വീഡിയോ വേണ്ടത്.
പ്ലാന്റ് ഇവിടെ നല്ല ലക്ഷറി ഫീൽ ചെയ്യുന്ന പോട്ടുകളുണ്ട്. ആ ഒരു പോട്ട് തന്നെ വെച്ച് ആ ഒരു ഏരിയ ഫുൾ കംപ്ലീറ്റ് അട്രാക്ഷൻ ആ ഒരു പോട്ടിലേക്ക് പോണ പോലത്തെയാണ് ഓരോ ഡിസൈൻസും. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോണത് ഇങ്ങനെ ഗാർഡനിങ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഗാർഡനിലൊരു ബെഞ്ചും അതുപോലെ തന്നെ ഒരു ടീ ടേബിളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഈ കാണുന്ന പ്ലാന്റ് ഇത് പ്ലാന്റ് ആണോ ഫ്ലവർ ആണോ ഇത് റിയൽ ആണ്. എനിക്ക് തോന്നുന്നു പ്ലാന്റ്സിനെ കുറിച്ച് അറിയണവർക്കൊക്കെ ഇതിനെ കുറിച്ച് അറിയുണ്ടാവും. പക്ഷേ ഞാനിത് ഫസ്റ്റ് ടൈം കാണണം. പിക്ചേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനിത് ശരിക്കും ഷോ പീസായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്താൽ വിചാരിച്ചു. പക്ഷെ ഞാൻ ടച്ച് ചെയ്ത് ഒന്ന് പിച്ച് നോക്കിയപ്പോൾ മനസ്സിലായത് ഇറ്റ്സ് റിയൽ. അപ്പോൾ നിങ്ങളാരും ഇങ്ങനെ പ്ലാന്റ്സ് പോയി പിച്ച് നോക്കരുത്, കാരണം അതിന് ജീവനുള്ളതാണ്. അപ്പോൾ ഇൻഷാല്ലാ ഉടനെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, താഴെ കമൻറ്റ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. Thank you for watching.